ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ആനുകാലിക വിവരങ്ങൾ. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശ യാത്ര നടത്തുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഉത്തരം: മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഉത്തർപ്രദേശിൽ നിന്നുള്ള അങ്കിത് പ്രതാപ്, ശുഭാംശു ശുക്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള അജിത് കൃഷ്ണൻ എന്നീ 4 വ്യക്തികളെയാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുവാനായി തിരഞ്ഞെടുത്തത്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാട് നെന്മാറ സ്വദേശിയാണ്. 2024 ഫെബ്രുവരിയിൽ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് ആര്? 2024 ഫെബ്രുവരിയിൽ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി. ഉത്തരം: ജസ്റ്റിസ് ഖാൻവിൽക്കർ. ഓഫീസുകളിൽ സ്റ്റീൽ പാത്രങ്ങളിൽ ഉച്ചയൂൺ എത്തിക്കുന്നതിനായുള്ള കുടുംബശ്രീയുടെ പദ്ധതി. ഓഫീസുകളിൽ സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടോടെ ഉച്ചയൂൺ എത്തിക്കുന്നതിനായുള്ള കുടുംബശ്രീയുടെ പദ്ധതി. ഉത്തരം: ലഞ്ച് ബെൽ. കുടുംബശ്രീയുടെ ഓൺലൈൻ ആപ്പായ പോക്കറ്റ് മാർട്ട് വഴിയാണ് ഓർഡർ സ്വീകരിക്കുന്നത്. പഞ്ചുകുയ് ബീച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം: ഗുജറാത്ത്. ഗുജറാത്തിലെ പഞ്ചുകുയ് ബീച്ചിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂബ ഡൈവിംഗ് നടത്തിയത്. അറബിക്കടലിൽ മുങ്ങിപ്പോയ ദ്വാരകാ നഗരം സ്ഥിതി ചെയ്യുന്നതായി പറയപ്പെടുന്ന സ്ഥലത്ത് കടലിൽ മുങ്ങി പ്രാർത്ഥന നടത്താനാണ് നരേന്ദ്രമോദി സ്കൂബ ഡൈവിംഗ് നടത്തിയത്. ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത്? ഉത്തരം: USA. വൈദ്യുത കാർ നിർമ്മാതാക്കളായ വിൻഫാസ്റ്റിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മാണശാല ഏതു സംസ്ഥാനത്താണ് വരുന്നത്? ഉത്തരം: തമിഴ്നാട്. 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം. ഉത്തരം: സുദർശൻ സേതു. ഗുജറാത്തിലെ ദ്വാരകയിലാണ് സുദർശൻ സേതു. ആദ്യം ദ്വാരക സിഗ്നേച്ചർ പാലം എന്നാണ് പേരിട്ടിരുന്നത്. പിന്നീട് സുദർശൻ സേതു എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമായ സുദർശൻ സേതു ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കേരളത്തിലെ ഏതു ജില്ലയിൽ നിന്നാണ് ഗോമ്പസ് സാമൂരിനോറം എന്ന പുതിയ ഇനം ഫംഗസിനെ കണ്ടെത്തിയത്? കേരളത്തിലെ ഏതു ജില്ലയിൽ നിന്നാണ് ഗോമ്പസ് സാമൂരിനോറം എന്ന പുതിയ ഇനം ഫംഗസിനെ കണ്ടെത്തിയത്? ഉത്തരം: വയനാട്. സാമൂതിരിമാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പേരിട്ടത്. വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ടിനു സമീപത്തെ കാട്ടിൽ നിന്നാണ് ഗോമ്പസ് സാമൂരിനോറം എന്ന പുതിയ ഇനം ഫംഗസിനെ കണ്ടെത്തിയത്. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി എവിടെയാണ്? ഉത്തരം: കോഴിക്കോട്. 2024 ഫെബ്രുവരിയിലെ കണക്കുപ്രകാരം യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങൾക്ക് എത്ര ഉപഗ്രഹങ്ങളാണ് ഉള്ളത്? 2024 ഫെബ്രുവരിയിലെ കണക്കുപ്രകാരം യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങൾക്ക് എത്ര ഉപഗ്രഹങ്ങളാണ് ഉള്ളത്? ഉത്തരം: യുറാനസിന് 28 ഉപഗ്രഹങ്ങളും നെപ്റ്റ്യൂണിന് 16 ഉപഗ്രഹങ്ങളുമാണ് ഉള്ളത്. നെപ്റ്റ്യൂണിനെ ചുറ്റുന്ന 2 ഉപഗ്രഹത്തെയും യുറാനസിനെ ചുറ്റുന്ന 1 ഉപഗ്രഹത്തെയുമാണ് അടുത്തിടെ കണ്ടെത്തിയത്. പുതുതായി കണ്ടെത്തിയ യുറാനസിന്റെ ഉപഗ്രഹത്തിന് S2023 U1, നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങൾക്ക് S2021 N1, മറ്റേതിന് S2002 N5 എന്നിങ്ങനെയാണ് പേരുകൾ നൽകിയിരിക്കുന്നത്. 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം. 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം: സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ
ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾക്കായുള്ള സൗജന്യ ചികിത്സാ പദ്ധതി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾക്കായുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയുടെ പേര്. ഉത്തരം മിഠായി. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഘടകത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഘടകത്തിന്റെ ആസ്ഥാനം. ഉത്തരം ആലപ്പുഴ. 2024 G20 ഉച്ചകോടിയുടെ വേദി. 2024 G20 ഉച്ചകോടിയുടെ വേദി. ഉത്തരം ബ്രസീൽ. 2024 ബ്രസീലിൽ വെച്ച് നടക്കുന്ന G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്താണ്? 2024 ബ്രസീലിൽ വെച്ച് നടക്കുന്ന G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം. ഉത്തരം നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയും എന്നതാണ് 2024 ബ്രസീലിൽ വെച്ച് നടക്കുന്ന G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹം, കടുവ, ചീറ്റ, പുള്ളിപ്പുലി, ഹിമപ്പുലി, പ്യൂമ, ജാഗ്വർ തുടങ്ങി 7 ക്യാറ്റ് ഫാമിലിയിൽ ഉൾപ്പെട്ട മൃഗങ്ങളുടെ സംരക്ഷണത്തിന് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അന്താരാഷ്ട്ര സഖ്യം. ഉത്തരം ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. മാർജാര കുടുംബത്തിൽപ്പെട്ട വലിയ മൃഗങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാവുന്ന കേരളത്തിലെ സർവകലാശാല. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാവുന്ന കേരളത്തിലെ സർവകലാശാല ഏത്? ഉത്തരം MG സർവകലാശാല. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ. ഉത്തരം കുമാർ സാഹ്നി. ന്യൂഡൽഹി മാരത്തോണിൽ കിരീടം നേടിയ ആർമിയുടെ മലയാളി താരം. ന്യൂഡൽഹി മാരത്തോണിൽ കിരീടം നേടിയ ആർമിയുടെ മലയാളി താരം. ഉത്തരം ഗോപി തോന്നക്കൽ. സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ ആഘാതം വിജയകരമായി കണ്ടെത്തിയ ISROയുടെ പേടകത്തിന്റെ പേരെന്താണ്? സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ ആഘാതം വിജയകരമായി കണ്ടെത്തിയ ISROയുടെ പേടകം. ഉത്തരം ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. കേരളത്തിൽ സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി ഏത്? കേരളത്തിൽ സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി. ഉത്തരം REC തിരുവനന്തപുരം. ജാവലിനിൽ 90 മീറ്റർ കടക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആര്? ജാവലിനിൽ 90 മീറ്റർ കടക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഉത്തരം ജർമ്മനിയുടെ മാക്സ് ഡൈനിങ്. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ദേശീയ ശാസ്ത്ര ദിനം. ഉത്തരം ഫെബ്രുവരി 28. 2024 ദേശീയ ശാസ്ത്ര ദിന പ്രമേയം. ഉത്തരം തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതത്തിന്. തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതത്തിന് എന്നതാണ് 2024 ദേശീയ ശാസ്ത്ര ദിന പ്രമേയം. 1928 ഫെബ്രുവരി 28-നാണ് സർ CV രാമൻ നോബൽ പുരസ്കാരം നേടിയ രാമൻ പ്രഭാവം കണ്ടെത്തിയത്. ഇന്ത്യയിൽ 3 ക്രിമിനൽ നിയമചട്ടങ്ങൾക്ക് പകരമായുള്ള ഭാരതീയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? ഇന്ത്യയിൽ 3 ക്രിമിനൽ നിയമചട്ടങ്ങൾക്ക് പകരമായുള്ള ഭാരതീയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. ഉത്തരം 2024 ജൂലൈ 1-ന്. 2024 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. 2024 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏത്? ഉത്തരം മുംബൈ ഹൈ എണ്ണപ്പാടം. ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായ കോഡക്സ് ലെസ്റ്ററിന്റെ രചയിതാവ് ആര്? ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായ കോഡക്സ് ലെസ്റ്ററിന്റെ രചയിതാവ്.
ഉത്തരം ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചി തൻ്റെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് എഴുതിയ കുറിപ്പുകളാണ് കോഡക്സ് ലെസ്റ്റർ എന്ന ചെറുപുസ്തകത്തിൽ ഉള്ളത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പങ്കജ് ഉദാസ് ഏതു മേഖലയിലായിരുന്നു പ്രശസ്തനായത്? 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പങ്കജ് ഉദാസ് ഏതു മേഖലയിലായിരുന്നു പ്രശസ്തനായത്? ഉത്തരം സംഗീതം. 2024 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസത്തിനു നൽകിയ പേര്? ഉത്തരം ധർമ്മ ഗാർഡിയൻ. വേദി രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ച്. ഏറ്റവും വേഗതയിൽ 350 വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബൗളർ? ഏറ്റവും വേഗതയിൽ 350 വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബൗളർ? ഉത്തരം ആർ അശ്വിൻ. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത? ഉത്തരം ജസീന്ത കല്യാൺ. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് സ്റ്റേഡിയത്തിൽ പിച്ച് പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് പിച്ച് ക്യൂറേറ്റർ. അടുത്തിടെ സംസ്ഥാന ലേബർ കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി? അടുത്തിടെ സംസ്ഥാന ലേബർ കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തി ആര്? ഉത്തരം അർജുൻ പാണ്ഡ്യൻ. ലോകത്തിലെ ആദ്യ വേദഘടികാരം വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ആദ്യ വേദഘടികാരം വരുന്നത്? ഉത്തരം മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ. ഗൂഗിളിൻ്റെ ജിമെയിലിനു ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനം? ഗൂഗിളിൻ്റെ ജിമെയിലിനു ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനം? ഉത്തരം എക്സ് മെയിൽ. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം? കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം? ഉത്തരം മൺകുരൽ. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിൽ എത്തിക്കുകയും അതോടൊപ്പം കൂടുതൽ വിപണി കണ്ടെത്തി പരമ്പരാഗത തൊഴിലാളികളെ സഹായിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് വെബ്സൈറ്റിൻ്റെ പ്രവർത്തനം. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം? കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം എന്നറിയപ്പെടുന്നത്? ഉത്തരം തിരുവനന്തപുരത്തെ നന്ദിയോട്. പട്ടികവർഗ മേഖലകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന പദ്ധതിയാണ് കൂൺ ഗ്രാമ പദ്ധതി. ഇതിനു തുടക്കം കുറിച്ചത് തിരുവനന്തപുരത്തെ നന്ദിയോട് എന്ന സ്ഥലത്താണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി? ഉത്തരം മനോഹർ ജോഷി. 2024 ഫെബ്രുവരിയിൽ 1935 മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനം? 2024 ഫെബ്രുവരിയിൽ 1935 മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനം ഏത്? ഉത്തരം അസം. ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം തൂത്തുക്കുടി. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത് എവിടെയാണ്? ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത്? ഉത്തരം കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഹരിത നൗക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബോട്ട് നിർമ്മിച്ചത്. ആദ്യ സർവീസ് നടത്തുന്നത് ഉത്തർപ്രദേശിലെ വാരാണസിയിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൻ്റെ സംസ്ഥാന ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം? ഉത്തരം ശുഭ്മാൻ ഗിൽ. പഠനം പാതിവഴിയിൽ മുടങ്ങിയ കുട്ടികളുടെ തുടർപഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര്? പഠനം പാതിവഴിയിൽ മുടങ്ങിപ്പോയ കുട്ടികളുടെ തുടർപഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം ഹോപ്പ്.